നമസ്കാരം, ഞാൻ ശക്തയൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദം, ചതയം, പൊരുരട്ടാതി 1, 2, 3 പാദ നക്ഷത്ര ജാതകരുടെ 2025 ശനീശ്വരൻ്റെ രാശിമാറ്റം സംബന്ധിച്ച ജ്യോതിഷ വിലയിരുത്തലാണ്. നമ്മളിവിടെ നടത്തുന്നത് ശനീശ്വരൻ്റെ രാശിമാറ്റത്തെ മാത്രം ആശ്രയിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഓരോരുത്തരുടെയും ജാതകവശാലുള്ള ദശാനാഥ, അപകാരനാഥ സ്വാധീനവും വ്യാഴം അടക്കമുള്ള മറ്റ് 8 ഗ്രഹങ്ങളുടെ സ്വാധീനവും ചേർന്നാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജ്യോതിഷ ഫല അനുഭവങ്ങൾ വരിക. ഇവിടെ നമ്മൾ ശനീശ്വരനെ മാത്രം ആശ്രയിച്ച് പറയും. 1200 ആണ്ട് മീനമാസം 15-ാം തീയതി രാത്രി 10:39 കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് ശനി മാറുന്നു. ഈ രാശിമാറ്റം കൊണ്ട് 2025 മാർച്ച് മാസം 29-ാം തീയതി മുതൽ ഏകദേശ കണക്ക് 2027 സെപ്റ്റംബർ മാസം വരെയുള്ള 2.5 വർഷ കാലയളവിനുള്ളിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് പറയുന്നത്. അതായത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദം, ചതയം, പൊരുരട്ടാതി 1, 2, 3 പാദ നക്ഷത്ര യാത്രക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ജ്യോതിഷ ഗുണ ദോഷ ഫല സാധ്യത. ഈ ശനീശ്വരൻ്റെ രാശിമാറ്റം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മക്കൂറിൻ്റെ 2-ാം ഭാവത്തിലേക്ക്, ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് അവർ 7 ശനിദോഷത്തിൻ്റെ പിടിയിലാണ്. 7 ശനി ദോഷക്കാലം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. ഇതിലവർ കഴിഞ്ഞ 5 വർഷമായിട്ട് 7 ശനി അനുഭവിച്ചു വരികയാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് 2025 മാർച്ച് മാസം 29-ാം തീയതിയുള്ള ശനീശ്വരൻ്റെ രാശിമാറ്റം 2-ാം ഭാവത്തിലേക്ക് മാറിയപ്പോൾ 7 ശനിയുടെ അവസാന ഘട്ടം 3-ാം പാദം ആരംഭിച്ചു. ഇനിയിപ്പോൾ അവർക്ക് 2025 മാർച്ച് മാസം 29-ാം തീയതി മുതൽ തുടർന്ന് 2.5 വർഷം കൂടെ കഴിയുമ്പോൾ 7 ശനി പൂർണ്ണമായിട്ടും അവസാനിക്കും. പക്ഷെ 2.5 വർഷം കൂടെ കഴിയണം. അപ്പം അതിനിടയിൽ ഈ 2025 മാർച്ച് മാസം 29-ാം തീയതി മുതൽ വരുന്ന 2.5 വർഷക്കാലത്തേക്ക് 7 ശനിയുടെ അവസാന കാലഘട്ടമായ ഈ സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് ഇവർക്ക് വന്നു ഭവിക്കാനിടയുള്ളതെന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ ധനവദ്ഭാവമായ 2ലേക്കാണ് ശനീശ്വരൻ മാറിയിരിക്കുന്നത്. ധനപരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് കടബാധ്യതയിലേക്ക് നീങ്ങാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പങ്കാളിത്ത കച്ചവടം പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന വിജയം നൽകണമെന്നില്ല. ഏതെങ്കിലും തൊഴിൽ വാങ്ങിച്ചു തരാൻ, ജോലി കിട്ടും, ഗൾഫിൽ കൊണ്ടുപോകാം, ലണ്ടനിൽ കൊണ്ടുപോകാം, അമേരിക്കയിൽ കൊണ്ടുപോകാം, ബ്രിട്ടനിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചനയ്ക്കകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. മക്കളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ ഫ്ലാറ്റോ വീടോ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ വാഹനം വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ, അതായത് സ്വത്ത് സമ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് ധനപരമായിട്ടുള്ള വഞ്ചനയ്ക്ക് ഇരയാവാതിരിക്കുവാൻ വളരെ വളരെ സൂക്ഷിക്കണം. പല കാര്യത്തിലും പറയുന്ന വാക്കുകൾ നല്ലതുപോലെ ആലോചിച്ച് പറയണം. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വലിയ വലിയ വാക്കുകൾ പറഞ്ഞാൽ എതിർഭാഗത്ത് നിൽക്കുന്നത് പ്രത്യേകിച്ചൊരു എന്താ പറയുന്നത് ഭ്രാന്തമായ അവസ്ഥയിലുള്ള ആളാണെങ്കിൽ അവരതിൽ എങ്ങനെ പ്രതികരിക്കും നമുക്കറിയില്ല. അപ്പോൾ വാക്കുകളുടെ ഉപയോഗം വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. തസ്കര സ്വഭാവമുള്ളവരുമായിട്ടുള്ള ചങ്ങാത്തം, അപമാനം, അപകീർത്തി, ധനക്ഷയം എന്നിവ വരുത്തി വയ്ക്കാനിടയുണ്ട്. യാത്രാവേളകളിൽ ദുരിതം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം. കാൽ വഴുതി വീഴാതിരിക്കുവാനും വാഹനങ്ങളിൽ നിന്നും വീഴാതിരിക്കുവാനും ഒക്കെയുള്ള ജാഗ്രത വേണം. കാൽമുട്ടിന് താഴേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒടിവ്, ചതവുകളൊന്നും ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രമം
ജാഗ്രത പുലർത്തേണ്ടതാണ്. ബന്ധുക്കളിൽ ആരുടെയെങ്കിലും വിയോഗം സംഭവിക്കുവാനിടയുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെക്കാൾ ഇത്തിരി കൂടുതൽ പ്രായമുള്ള ഏതെങ്കിലും മേഖലയിൽ നിന്നുള്ളവരുടെ ഒരു പ്രണയമോ സഹായമോ സഹാനുഭൂതിയോ ഒക്കെ വരാനിടയുണ്ട്. ശുദ്ധ തട്ടിപ്പായിരിക്കും. കാരണം നിങ്ങളെ എങ്ങനെയെങ്കിലും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ അണിയുന്ന മുഖംമൂടി ഒന്നെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തകൻ്റെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു വിശാല മനസ്കൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഉദാരമനസ്കൻ്റെ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗോഡ് ഫാദർ പോലെ, ഒരു എന്താ പറയുക, വളരെ നമ്മൾ പറയാറുള്ളത് പോലെ ആപൽ ബാന്ധവന്മാരെ പോലെ ഒക്കെ പ്രത്യക്ഷപ്പെട്ടേക്കാം. അത് പഴയ ബന്ധങ്ങളല്ല, പുതിയ പുതിയ ആൾക്കാരായിരിക്കും. അത്തരക്കാരിൽ നിന്ന് നിങ്ങൾക്ക് വലിയ ചതിവ് പറ്റാൻ ഇടയുണ്ട്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വരാതിരിക്കുവാൻ, പ്രത്യേകിച്ച് അനാവശ്യമായിട്ടുള്ള അഗമ്യങ്ങൾ, അത് ശരിയല്ലാത്ത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകരുത്. അതൊരു ഫ്രണ്ട്ഷിപ്പാണെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പാണെങ്കിലും അതിനെയൊക്കെ അതിൻ്റെ തലത്തിൽ നിർത്താതെ താൽക്കാലികമായിട്ടുള്ള സുഖഭോഗ വിഷയത്തിന് വേണ്ടിയിട്ടുള്ള വേദിയായി മാറ്റിയാൽ, അത് രഹസ്യ സ്വഭാവത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്നെങ്കിലും ശനീശ്വരൻ ഈ രാശി വിട്ടു പോകുന്നതിന് മുമ്പ് അത് പരസ്യമാക്കും. അപ്പോൾ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും കുടുംബപരമായിട്ട് വേണ്ടുന്ന, ധനപരമായിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ്. വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങൾ, കോടതി വ്യവഹാരം വരെ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ ഏതെങ്കിലും കാര്യത്തിലോ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിലോ ഒക്കെ നമ്മൾ അഭിപ്രായം പറയുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ വളരെ ശ്രദ്ധയോടെ പോകണം. അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം. ഇനി ഇതിലൊരു പോസിറ്റീവ് വശം എന്താണ്? പോസിറ്റീവ് വശം എന്ന് പറയുന്നത്, ഏത് കാര്യത്തിലും നമ്മൾ വളരെ താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ മുൻവിധിയില്ലാതൊരു സമീപന ശൈലി സ്വീകരിച്ചാൽ പല കാര്യത്തിലും നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മക്കളുമായിട്ടുള്ള ഇടപാടിലാണെങ്കിലും മാതാവുമായിട്ടുള്ള ഇടപാടിലാണെങ്കിലും ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലാണെങ്കിലും നമ്മളുടെ ഒരു നയപരമായിട്ടുള്ള സമീപനമായിരിക്കും ഈ കാലഘട്ടത്തിൽ നമ്മളെ രക്ഷിക്കുക, തുണയ്ക്കുക. നമുക്ക് ഈ കാലഘട്ടത്തിൽ മുൻകോപം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടി വരും, മുൻവിധികൾ ഒഴിവാക്കേണ്ടി വരും. നമ്മളുടെ പല ധാരണകളും അബദ്ധജടിലങ്ങളായിരിക്കും. നമ്മൾക്ക് കിട്ടുന്ന പല വാർത്തകളും, നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും ശുദ്ധ അസംബന്ധമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളുടെ നേട്ടങ്ങളെ എങ്ങനെയെങ്കിലും നിഷ്പ്രഭമാക്കണം. ഇവർ ഈ പരുവത്തിൽ നിന്നാലേ ഇവരെ എനിക്ക് കഴിയുന്നത്രയും കാലം ചൂഷണം ചെയ്ത് ഇവരിൽ നിന്നുള്ള ധനം അപഹരിക്കാനും അല്ലെങ്കിൽ ഇവരെ മറ്റു വിധത്തിൽ എനിക്ക് ഉപയോഗിക്കാനും സാധിക്കൂ എന്ന് ചിന്തിക്കുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ടുള്ള ചില തസ്കര സ്വഭാവികൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ട്. അവർ നിങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്ക് നിങ്ങൾ തന്നെ നിന്ന് കൊടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളെയൊക്കെ നേരിടേണ്ടി വന്നേക്കാം. അവിടെയും മനസ്സ് പതറാതെ ശ്രദ്ധയോടും ജാഗ്രതയോടെ പോവുക. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടുന്നുവെങ്കിൽ അത് നിങ്ങളുടെ വാക്കിൻ്റെ ഉപയോഗം, ദുരുപയോഗം കൊണ്ടായിരിക്കും. ആവശ്യമനുസരിച്ച് വേണ്ട സമയത്ത് വേണ്ടതുപോലെ മാത്രം സംസാരിക്കുക. അതിൽ കോടതി നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോയാലും, അതല്ല ഒരു കുടുംബത്തിൽ മരുമകനോടോ പറയേണ്ട വാക്കുകളാണെങ്കിലും, അതല്ലെങ്കിൽ ഭർത്താവിനോടോ മേലുദ്യോഗസ്ഥനോടോ പറയേണ്ട വാക്കുകളാണെങ്കിലും, ഇതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടെ പോവുക, ശ്രദ്ധിച്ചു പോവുക. വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കാം. എന്തായാലും 7.5 വർഷക്കാർ ശനിയാണ്. അതിൽ 5 വർഷം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി കേവലം 2.5 വർഷം കൂടെ ഉള്ളൂ. അതുകൂടെ എങ്ങനെയെങ്കിലുമൊക്കെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ പിന്നെ വരുന്ന ശനി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ ദോഷപരിഹാരം എന്ന് പറയുന്നത്, ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. അതിരാവിലെ ഉദയം മുതൽ 1 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ അസ്തമയത്തിന് ശേഷമോ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നീരാജനം സമർപ്പിക്കുക. പിന്നെ ചെയ്യേണ്ടത്, ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ശാരീരിക വൈകല്യമുള്ള സാധുക്കൾക്ക് നീല നിറത്തിലുള്ള കമ്പിളി വസ്ത്രം ദാനം ചെയ്യുന്നത്, ഒപ്പം അതിനോടൊപ്പം അന്നം ദാനം ചെയ്യുന്നതും എള്ളുണ്ട ദാനം ചെയ്യുന്നതൊക്കെ ദോഷപരിഹാര മാർഗങ്ങളാണ്. ഇത്തരത്തിലുള്ള വഴിപാടുകൾ മാത്രം നടത്തിയിട്ട് കാര്യമില്ല, ദാനം മാത്രം നടത്തിയിട്ട് കാര്യമില്ല. പ്രാർത്ഥന,
എല്ലാ ദിവസവും പ്രത്യേകിച്ച് ശനിപ്രീതിക്ക് വേണ്ടിയിട്ടുള്ളത് പ്രാർത്ഥന രാത്രി കാലങ്ങളിലാകുന്നത് ഏറ്റവും കൂടുതൽ നല്ലതാണ്. രാത്രി കാലങ്ങളിലാകുക, അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ഉദയം മുതൽ 1 മണിക്കൂറിനുള്ളിലുള്ള സമയത്താണ്. ഈ 2 സമയം ശനീശ്വരൻ്റെ റേഡിയേഷൻ സ്വാധീനം ഏറ്റവും കൂടുതലായിട്ട് ഭൂമിയിൽ പതിക്കുന്ന സമയമാണ്. ആ സമയത്തുള്ള പ്രാർത്ഥനകൾക്ക് കൂടുതൽ ബലശുദ്ധി വേഗത്തിലുണ്ടാകുമെന്നാണ് വിശ്വാസം. ഓരോരുത്തരുടെയും വിശ്വാസവും ഭക്തിയും ബോധ്യവും അനുസരിച്ച് അതിനെ പിന്തുടരുക എന്ന് മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.